ഒരു ഹലാലായ കാര്യം സാധിക്കാൻ വേണ്ടി ഖുർആൻ ഖത്തം തീർക്കാൻ പറ്റുമോ? അത് നേർച്ചയാണോ എന്നുള്ളതാണ്. ഞാനൊരു ഖത്തം തീർക്കാം, ഇന്ന കാര്യം സാധിച്ചു കിട്ടാൻ എന്ന നേർച്ചയാണ് എങ്കിൽ സാധാരണ അതുണ്ടാവുക. അങ്ങനത്തെയിലൊക്കെ അത് പാടുള്ളതല്ല. നേർച്ച പിശുക്കന്മാരിൽ നിന്നാണ് ഉണ്ടാവുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേർച്ച പിശുക്കന്മാരിൽ നിന്ന്. എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെ എനിക്ക് പഠിച്ചോനൊരു കാര്യം ഇങ്ങോട്ട് തന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയല്ലേ, അത് ഒരു മര്യാദകേടാണ്. അതുകൊണ്ടാണ് നേർച്ച പിശുക്കന്മാരിൽ നിന്നാണ് ഉണ്ടാകുക. നേർച്ചയൊരു പുണ്യാണല്ലോ, നേർച്ച പുണ്യാണ്. യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. പുണ്യാളന്മാരെ കുറിച്ച് പറയണം. സ്വർഗീയ നദികൾ അനന്തരാക്കുന്ന പുണ്യാളന്മാരെ കുറിച്ച് പറയണം. അവർ ചെയ്തിരുന്ന പുണ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ യൂഫൂന ബിന്നദർ, അവർ നേർച്ച പൂർത്തീകരിക്കുന്നവർ എന്നാണ് പറഞ്ഞത്. മാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ, നേർച്ചനെ കുറിച്ചാണ് പറയുന്നത്. നേർച്ച ഇസ്ലാമിലുണ്ട്. നേർച്ച നേരുക എന്നുള്ളത് നമുക്ക് അനുവദനീയമായൊരു സംഗതി, അല്ലെങ്കിൽ നമുക്ക് മുസ്തഹബായൊരു സംഗതി നമ്മൾ നമ്മുടെ മേൽ നിർബന്ധമാക്കലാണ് നേർച്ച, അല്ലേ? അതുണ്ട്. പക്ഷേ പലപ്പോഴും നേർച്ച വരല് എങ്ങനെ? ഇതേപോലെയാണ്. എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും എന്ന രീതിയിൽ. അത് അള്ളാഹിനോടുള്ളൊരു മര്യാദകേടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം നേർച്ചകളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നമുക്ക് നേർച്ച വരാം. അപ്പോൾ നമുക്ക് ഒരു അനുവദനീയമായൊരു വിഷയം, അല്ലെങ്കിൽ ഒരു സുന്നത്തായ മുസ്തഹബായ വിഷയം നമുക്ക് നേർച്ച ചെയ്യാം. അത് പുണ്യാണ്. ഇവിടെ അതാണ് എങ്കിൽ അതാണ് വിഷയം. അത് ശരിയല്ല. അതല്ല, നമ്മൾ ഖത്തം തീർക്കുന്നു, അപ്പോൾ നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം. ഇന്ന കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം. ഒരു പുണ്യം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് വസീലയെ തേടാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ദുആ ഇരക്കുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിലേക്ക് വസീല, സൽപ്രവൃത്തികൾ നല്ല വസീലയാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന ചൊല്ലി പറഞ്ഞിട്ട് ദുആ ചെയ്യൽ നല്ല വസീലയാണ്. അങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യാനുള്ളൊരു വസീലയായിട്ട് ഖത്തം തീർക്കുകയാണ്. എന്നിട്ട് ഒരു നല്ല കാര്യം നമുക്ക് കിട്ടാനുള്ളത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അതിൽ മാഫി മുഷ്കിൽ. അത് പഠിപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അത് നല്ല കാര്യം. അതെല്ലാം നേർച്ചയാണ് എങ്കിൽ അത് ശരിയല്ല, പാടുള്ളതല്ല.